ഹലോ വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുകയാണ്. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. നമ്മുടെ ഐതുട്ടിയുടെ അംഗൻവാടി ഇന്ന് ഐതുട്ടിക്ക് ബിരിയാണി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ തന്നെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടീസിൻ്റെ ഒക്കെ സന്തോഷം കാണേണ്ടത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ടാണ് ആരെങ്കിലും കാണുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. പിന്നെ നിങ്ങളുടെ കമൻസുകളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? വീഡിയോയിലോട്ട് പോകാം. ഐതുട്ടി രാവിലെ തന്നെ കുളിച്ച് റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ഐതുട്ടിയുടെ ഉമ്മയാണ് കൊണ്ട് നഴ്സറി വിടുന്നത് കേട്ടോ. ഉമ്മ എന്ന് പറയുന്നത് ഞാനാണ് ഐതുട്ടിയുടെ. അപ്പോൾ ഐതുട്ടിയും ഹംനിക്കുട്ടിയുമായിട്ട് ഒരുമിച്ചാണ് നമ്മൾ അംഗൻവാടി പോകുന്നത്. അപ്പോൾ ഐതുട്ടി പറയുന്നുണ്ട്, ഉമ്മി ഞങ്ങൾക്ക് ഇന്ന് ബിരിയാണി കൊടുക്കുവാണ് നഴ്സറിയിൽ, ഉമ്മിയും കൂടെ വരണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ബിരിയാണി കഴിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ബിരിയാണിയാണ് സ്പെഷ്യലായിട്ട് തരുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടെ ഉണ്ട്. എപ്പോഴും പയറുകഞ്ഞിയും ഉപ്പുമാവും ഇതൊക്കെ അല്ലേ കിട്ടുന്നത്. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ അല്ലേ. അപ്പോൾ നമ്മുടെ എന്താണ് യൂട്യൂബിലും എല്ലായിടത്തും വൈറലായ നമ്മുടെ ശംഖുകുട്ടൻ്റെ ആ മനസ്സിൽ തോന്നിയ ആ ഒരു ആശയം തന്നെയാണ് കുട്ടീസിനെല്ലാം ഇപ്പോൾ ബമ്പർ ഗോൾ അടിച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ പയറുകഞ്ഞിയൊക്കെ മാറ്റിയിട്ട് ഇന്ന് സ്പെഷ്യലായിട്ട് ചിക്കൻ ബിരിയാണിയാണ് ഇന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഹംനക്കുട്ടിയും കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ഐതുട്ടീനെ കൊണ്ട് നഴ്സറിയിലിട്ട് വിടാൻ കൊണ്ടുപോകാം. മനസ്സിൽ കളങ്കമില്ല എന്നാണ് അല്ലേ, അവരുടെ മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ് ബിരിയാണി ഉപ്പുമാവൊക്കെ കഴിച്ച് മടുത്തു, ഇനി ഞങ്ങൾക്ക് ബിരിയാണി തന്നാൽ മതിയെന്ന്. പക്ഷെ കുട്ടീസ് അവന് പറയാൻ തോന്നി. അതുകൊണ്ട് നമ്മളിപ്പോഴത്തെ ആ ഒരു സോഷ്യൽ മീഡിയയുടെ ഇത് വെച്ചിട്ട് പെട്ടെന്നാണ് നമ്മൾ വൈറലായി. എല്ലാവർക്കും അത് കൊള്ളാലോ ഒരു ആശയം, ബിരിയാണി കൊടുത്താലോ കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ ഇന്ന് ബിരിയാണി കൊടുക്കാൻ ഒരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ അംഗൻവാടിയിൽ തന്നെ ഒരു കുട്ടിയുടെ പിറന്നാളാണ് കേട്ടോ. അപ്പോൾ കേക്കും മുട്ടായിയൊക്കെ കൊടുക്കുന്നതിന് പകരം ആശയം വെച്ച് നമുക്ക് കേക്കും മിഠായൊന്നും വേണ്ട, അതിന് പകരം നമുക്കൊന്ന് ചിക്കൻ ബിരിയാണി ആക്കിയാലോ സ്പെഷ്യലായിട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇന്ന് ചിക്കൻ ബിരിയാണി ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ഐതുട്ടിയുടെ നഴ്സറി എത്തിയിട്ടുണ്ട്. അപ്പോൾ കുട്ടീസ് എല്ലാം വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എപ്പോഴാണ് ഉച്ച ആവുന്നതെന്ന് പറഞ്ഞിട്ട്. ഇന്ന് ബിരിയാണി കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞത് കൊണ്ട് ആണോ എന്ന് അറിയത്തില്ല. ഇന്ന് എല്ലാവരും പ്രസൻസ് ആണ് കേട്ടോ അംഗൻവാടിയിൽ. ഒത്തിരി കുട്ടികളുണ്ട് ഇന്ന് നമുക്ക് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരുടെ മുഖത്തിലും ഒരു പ്രത്യേക സന്തോഷമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ ഐതുട്ടി തയ്യാറെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഉച്ച ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഉച്ച ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൈയൊക്കെ കഴുകി റൗണ്ടായിട്ട് ഇരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ടീച്ചർ അവിടെ ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടീസ് എല്ലാം തന്നെ അവിടെ ഇവിടെയായിട്ടിരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്, അവർ സന്തോഷമൊക്കെ പങ്കുവെക്കുന്നുണ്ട്. നമ്മുടെ ടീച്ചർ ഇവിടെ എല്ലാം തന്നെ സെറ്റ് ചെയ്തെടുത്ത് വെച്ചേക്കാണ്. ഇനി വിളമ്പി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ചിക്കൻ ഫ്രൈ വരെ ഉണ്ട് കേട്ടോ, പപ്പടം വരെ ഉണ്ട് നമ്മുടെ കുട്ടീസിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടീച്ചർ ഓരോരുത്തർക്കായിട്ട് പാത്രത്തിൽ കോരി മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ എടുത്ത് വയ്ക്കുന്നില്ല, ഫുള്ള് വിളമ്പിയതിന് ശേഷം എടുത്ത് വയ്ക്കാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അല്ലെന്ന് വെച്ചാൽ കുട്ടീസ് എല്ലാവരും കൂടി തല്ലുകൊള്ളത്തില്ലേ, അപ്പോൾ അവരെ ശ്രദ്ധിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പാത്രത്തിൽ കംപ്ലീറ്റ് ആയിട്ട് വിളമ്പിയതിന് ശേഷം ഓരോരുത്തർക്കായിട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട് ടീച്ചർ. അപ്പോൾ അംഗൻവാടിയിലൊക്കെ വന്നപ്പോൾ തന്നെ നമ്മൾ കുഞ്ഞിലേക്ക് നമ്മൾ അംഗൻവാടിയിലെ ഓർമ്മകളൊക്കെയാണ് നമുക്ക് വരുന്നത്. അംഗൻവാടിയിലോട്ട് എത്തുമ്പോൾ നമ്മൾ കുഞ്ഞായിരുന്നപ്പോഴുള്ള ഓർമ്മകളൊക്കെ നമുക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ടാവില്ലേ. ഏകദേശം നമ്മുടെ ടീച്ചർ എല്ലാം വിളമ്പി കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുഞ്ഞു കുട്ടികളായതുകൊണ്ട് തന്നെ കറിയൊക്കെ കുറച്ചല്ലേ കഴിക്കുള്ളൂ. അപ്പോൾ കുട്ടീസിനൊക്കെ കുറച്ച് കറിയും ഗ്രേവി കാര്യങ്ങളൊക്കെ വയ്ക്കുന്നുള്ളൂ.
കുട്ടികളെല്ലാവരും തന്നെ ഭയങ്കര സന്തോഷമാണ് അവരുടെ മുഖത്ത്. അതുപോലെ തന്നെ അവർ കഴിക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും പറയാണ് ബിരിയാണി കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല രുചിയാണ് ബിരിയാണിക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇനി എല്ലാ ദിവസവും ബിരിയാണി മതി എന്ന് എല്ലാവരും പറയുന്നത്. അംഗൻവാടിയിൽ ഒരു അക്ഷയ പാത്രം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവർ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ എന്തെങ്കിലും നമുക്ക് അംഗൻവാടിയിലേക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബാസ്ക്കറ്റിൽ കൊണ്ടിടാവുന്നതാണ് മോർണിംഗിൽ. അപ്പോൾ അതവർ കുട്ടികൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മളെ കുട്ടീസ് കംപ്ലീറ്റ് ഫുഡെല്ലാം കഴിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. കുറേ പേര് ഇതാ വച്ചിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ബിരിയാണി അല്ലേ പതിയെ കഴിക്കുള്ളൂ, കഞ്ഞിയെ പോലെ പെട്ടെന്ന് കുടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവരും കഴിച്ച് കഴിഞ്ഞ് ടീച്ചർമാർ കൈയൊക്കെ കഴുകി സോപ്പിട്ടൊക്കെ കൈയൊക്കെ കഴുകി കൊടുക്കുകയാണ്. ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് എല്ലാവരും ഉറങ്ങാൻ വേണ്ടി കിടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടമാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ടാറ്റാ.